നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലൂർ ഡെന്നീസിൻ്റെ മകനായ ഡിനോ ഡെന്നീസ് ആദ്യമായി കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടി നായകനായിട്ടുള്ള ഈ ഒരു സിനിമ ഇതിൻ്റെ റിലീസിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പടം വന്നിരുന്നത്. പക്ഷേ ഏകദേശം റിലീസ് അടുക്കാറായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിലീസിങ് ഡേറ്റ് ചേഞ്ച് ആയിരുന്നു. അതേപോലെ തന്നെ ഇറങ്ങിയ ട്രെയിലറാണെങ്കിൽ അത്ര ഇമ്പ്രസീവ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇത്തിരി തണുപ്പൻ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ഫസ്റ്റ് ഷോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിലാണെങ്കിൽ ഒരു ആവറേജ് ഒക്യുപ്പൻസി കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ ആരംഭിക്കുന്നത് ഒരു എയർപോർട്ട് സീനിൽ നിന്നിട്ടാണ്. ആ എയർപോർട്ട് സീനിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഗൗതം വാസുദേവ് മേനോൻ്റെ ഇൻട്രോ വരുന്നുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ ഞാനത് ബെഞ്ചമിൻ IPS എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ. പുള്ളിയുടേതായിട്ടുള്ളൊരു ടീമുണ്ട്. ആ ടീമിൽ സിദ്ധാർത്ഥ് ഭരതൻ, അതേപോലെ തന്നെ ഭാമ അരുൺ, സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ഡിനോ ഡെന്നീസിൻ്റെ ബ്രദറായിട്ടുള്ള ഡിനോ ഡെന്നീസ്, എന്നിട്ടും സിനിമയിലൊക്കെ നായകനായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ആൾ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരടങ്ങുന്ന ഒരു ടീം, അതേപോലെ തന്നെ ഗൗതം വാസുദേവ് മേനോൻ ഹെഡായിട്ടുള്ള ഈ ടീം അന്വേഷിക്കുന്ന ഒരു കേസിലേക്കാണ് പിന്നീട് കഥ പോകുന്നത്. അവിടെ നിന്ന് അടുത്തൊരു സീനായിട്ട്, ആ കേസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറാണ്. അവിടെ നിന്ന് ആ സീൻ അങ്ങോട്ടേക്ക് അടുത്തത് ഒരു ബസ് യാത്രയാണ് പിന്നീട് കാണിക്കുന്നത്. ആ ബസ് യാത്രയിൽ ഹക്കീമിനെ അറിയായിരിക്കും, പ്രണയവിലാസം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഹക്കീം. അപ്പോൾ ഹക്കീമിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രോ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ ബസ്സിലേക്ക് എൻട്രി ചെയ്യുന്നതാണ് നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഇൻട്രോ. ഒരു സിമ്പിളായിട്ടുള്ള ഇൻട്രോ ആണ്, പക്ഷേ ആ ഒരു സിമ്പിൾ ഇൻട്രോയിൽ ഒരു ടൈറ്റിൽ കാർഡ് വരുന്നുണ്ട്. ആ ടൈറ്റിൽ കാർഡ് നൈസായിരുന്നു. ഫാൻസിന് അത്യാവശ്യം ഗൂസ്മമ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ തരത്തിലുള്ള ഒരു മെഗാസ്റ്റാർ ടൈറ്റിൽ. അവിടെ നിന്ന് മമ്മൂക്കയുടെ എൻട്രി. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ മുമ്പോട്ട് പോകുന്നത് ഹക്കീം അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, അതായത് ഹക്കീമിനകത്തൊരു ഗെയിമറായിട്ടാണ്. ആൾക്ക് ഗെയിമിനോടൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരനും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ പറ്റി ഞാൻ ഒരുപാട് അങ്ങോട്ട് റിവീൽ ചെയ്യുന്നില്ല, കാരണം കുറേ സ്പോയിലേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഈ ഒരു ക്യാരക്ടറും ഈ ഹക്കീമും തമ്മിലുള്ള ഈ ഒരു ബസ് യാത്ര, അവിടെ നിന്ന് ഈ ബസ് യാത്രയും ഗൗതം വാസുദേവ് മേനോൻ്റെ ടീം അന്വേഷിക്കുന്ന ആ ഒരു കേസ് അന്വേഷണം, ഇത് രണ്ടും കൂടി എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ബാക്കി സിനിമ പറയുന്നത്. സിനിമ ഓൾറെഡി തന്നെ മമ്മൂട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇതൊരു ഗെയിമിംഗ് സംബന്ധമായിട്ടുള്ള ഒരു കേസാണിത്. അപ്പോൾ ഒരു ഗെയിം റിലേറ്റഡ് ആയിട്ട് ഒരു ഗെയിമിനെ എങ്ങനെ ഒരു കേസ് അന്വേഷണവുമായിട്ട് ബന്ധിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് മലയാള സിനിമയിൽ ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് സാധാരണ നോർമലി തമിഴ് സിനിമയിലൊക്കെയാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ചിന്തിക്കുന്ന തരത്തിലുള്ള ത്രെഡ് കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഞാൻ അങ്ങനെ അത്രയധികം ഇതുപോലത്തെ ത്രെഡുകൾ കണ്ടിട്ടില്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ത്രെഡാണ്. കാരണം ഒരു ഗെയിം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ എങ്ങനെ ഒരു ക്രൈമായിട്ട് ബന്ധിപ്പിച്ച് അവർ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയതും ഈ ഒരു പ്ലോട്ട് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ ഈ കേസ് അന്വേഷണം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് സിനിമയിലേക്ക്. കാരണം ഓരോ ഇൻസിഡൻസും സംഭവിക്കും തോറും നമുക്ക് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി പടം ഫുള്ളായിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇതിനകത്ത് കാണിക്കുന്ന ആ ഒരു ക്രൈംസൊക്കെ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. ആ ഒരു ഓരോ ക്രൈമുകളും നമുക്ക് മലയാള സിനിമയിൽ ഇതുവരെ കാണിച്ചുള്ള ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. കാരണം അതെന്തുകൊണ്ട് അത് ചെയ്തു, അത് എന്തുകൊണ്ട് ഇങ്ങനെ കണക്ട് ആയി എന്നുള്ളതൊക്കെ നമുക്കൊരു വളരെയധികം ആകാംക്ഷയോടെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടുകൊണ്ടിരിക്കും. ടിൽ ഇതിൻ്റെ ഇൻ്റർവെല് വരെ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് അത്യാവശ്യം പ്രേക്ഷകനെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ്, നമുക്ക് പുതിയതായിട്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, നമുക്ക് സാധാരണ മമ്മൂട്ടി സിനിമകളിൽ ഈ അടുത്തായിട്ട് കണ്ടുവരുന്ന പോലെ ഒരു ഫ്രഷ് ആയിട്ടുള്ള എന്തോ ഒരു പുതിയൊരു ലെയർ വരുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻ്റർവെൽ അവസാനിപ്പിക്കുന്നത്. ഇൻ്റർവെല് കഴിഞ്ഞ് പടം തുടങ്ങി ഈ ലെയേഴ്സ് ഓരോന്ന് ഓപ്പണായി സിനിമ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് സിനിമ പോകുന്നത്. പക്ഷേ ഒരു ടൈം അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഈ സിനിമ എനിക്ക് പേഴ്സണലി തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നു തുടങ്ങി. കാരണം ഓരോ ലേയേഴ്സ് ഇങ്ങനെ ഓപ്പണായി വരുന്തോറും ഇതിൻ്റെ ക്ലൈമാക്സ് ഇതായിരിക്കാം എന്ന് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങിയായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചത് ദൈവമേ അങ്ങനെ ആയിരിക്കരുത് ഇതിൻ്റെ ക്ലൈമാക്സ്. കാരണം ഓൾറെഡി ഇതേപോലുള്ള ക്ലൈമാക്സുകൾ ഇതിനു മുമ്പ് പല സിനിമകളിലും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം മേ ബി ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഇതായിരിക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. സിനിമ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ലാസ്റ്റ് ഇതിൻ്റെ ഒരു എൻഡിങ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ക്ലൈമാക്സ് വന്നു. അപ്പോൾ എന്തായാലും പ്രതീക്ഷ ഒരു ക്ലൈമാക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു അവതരണം എത്രത്തോളം നന്നാവും എന്നുള്ളതായിരുന്നു ഞാൻ അടുത്തത് നോക്കിയത്. ആ ഒരു അവതരണവും കയ്യിൽ നിന്ന് പോയി, ഒരു പാളിപ്പോയ രീതിയിലുള്ള ഒരു ഗെയിമിംഗ് ആയിപ്പോയി. കാരണം ഫസ്റ്റ് ഹാഫ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്ലോട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി, ലാസ്റ്റ് അതിൻ്റെ എൻഡിങ് ആയി കഴിഞ്ഞോടുകൂടി ഒരു കയ്യിൽ നിന്ന് പോയൊരു ഫീലാണ് തോന്നിയത് മൊത്തത്തിൽ. കാരണം അവരുദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്
ആ ഒരു കറക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ഒത്തില്ല എന്നുള്ള രീതിയിൽ അത് പറയാം. സിനിമയിൽ അവർ അവതരിപ്പിച്ചേക്കുന്ന ആ ഒരു ട്വിസ്റ്റ് പോലും എനിക്ക് അത്ര ഒരു ഫ്രഷ്നെസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഇങ്ങനെ ഒരു പ്ലോട്ട്, കാരണം ഇതിൻ്റെ പ്ലോട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയിൽ ഇതേപോലെ ഒരു ഇത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സ്, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ക്ലൈമാക്സ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു നിരാശയായിട്ട് തോന്നും. ആ ഒരു നിരാശ മറികടക്കണമെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു അവതരണം, ആ ഒരു കാണിച്ചിരിക്കുന്ന ക്ലൈമാക്സ് പുതിയൊരു രീതിയിൽ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലും ചെയ്യണം. പക്ഷേ ആ ഒരു എക്സിക്യൂഷനും കയ്യിൽ നിന്ന് പാളിപ്പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഡിനോ ഡെനീസിൻ്റെ ഫസ്റ്റ് ഫിലിം ആണെങ്കിലും ആളുടെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നു. അത് ഈ ഒരു പ്ലോട്ട് അത്യാവശ്യം ഒരു ഫ്രഷ്നെസ് നമുക്ക് തരുന്നതോടുകൂടി തന്നെ ആ ഒരു മേക്കിങ്ങും അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സയ്യിദാണ്. സയ്യിദ് എനിക്ക് തോന്നുന്നു പുതിയതായിട്ടുള്ള ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നു. മ്യൂസിക് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. മമ്മൂക്കയുടെ ഇതിനകത്ത് ലുക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടാണ്, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ലുക്ക് കാര്യങ്ങളാണ്. അപ്പോൾ അതിനോട് ഈക്വലായിട്ടുള്ള മ്യൂസിക് കാര്യങ്ങൾ BGM മമ്മൂക്കയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിനിമയിലുടനീളം ആ ഒരു ലെവൽ പിടിച്ചിട്ടുള്ള BGM കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. BGM ഒക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഗൗതം വാസുദേവ് മേനോൻ ഈക്വലി മമ്മൂട്ടിയുടെ ക്യാരക്ടറിനോട് ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനോൻ രണ്ടുപേരുടെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത് തന്നെയായിരിക്കും അതിൻ്റെ കാരണം. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തിരുന്നത്. ആൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവും ഇതേപോലത്തുള്ള പോലീസ് ക്യാരക്ടേഴ്സ്. അത് ആളുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ പിടിച്ച് തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ബാക്കി സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും ബാമാരൂൺ അതുപോലെ തന്നെ ഡിനോ ഡെനീസ് അവരുടെ ക്യാരക്ടറുകളൊക്കെ ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദിവ്യ പിള്ളെ ഇതേപോലെ ഗൗതം വാസുദേവ് മേനോൻ്റെ വൈഫിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആളും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ, അതായത് ഓരോ സിനിമകളിലും പുതിയതായിട്ട് എന്ത് ചെയ്യാം, എന്ത് ക്യാരക്ടർ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്യാത്ത എന്ത് ക്യാരക്ടർ ചെയ്യാം എന്നുള്ള രീതിയിൽ ആൾ പരീക്ഷണങ്ങളായിട്ട് ഓരോ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസൂക്കയും അത്തരത്തിലുള്ള ഒരു പരീക്ഷണമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു പരീക്ഷണത്തിന് എന്തായാലും മമ്മൂക്ക വളരെയധികം കൈയടി അറിയിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോയി പുതിയ ലേയേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് നല്ല രീതിയിലുള്ള ക്യാരക്ടറൈസേഷനൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോയൊരു സിനിമ. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ കീപ്പ് ചെയ്ത പല സംഭവങ്ങളും സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയില്ല. അതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്തുള്ള രീതിയിലുള്ള ക്ലൈമാക്സും ആ ഒരു എക്സിക്യൂഷനും കാര്യങ്ങളെല്ലാം വിചാരിച്ച ലെവലിലേക്കൊന്നും എത്താത്തതുകൊണ്ട് ഒരു ടോട്ടലി ഒരു ബിലോ ആവറേജ് ലെവലിലുള്ളൊരു ഫിലിമായിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്തായാലും സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. സിനിമയിൽ ഒരു ഗംഭീര സർപ്രൈസ് ക്യാമിയോ ഉണ്ട്. അത് ആരാണെന്നുള്ളത് സിനിമ കണ്ട് നിങ്ങൾ അനുഭവിക്കുക.